ഇത്തവണ ശബരിയുടെ കമ്പനിയിലെ വിഷുക്കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നതേ? പൊടി പൊടിച്ചു കാണുമല്ലേ? കൊള്ളായിരുന്നു ചേച്ചി. ഞാനും അനുദേച്ചി അവിടെ പോയി വർക്ക് ചെയ്തു. ഞങ്ങൾക്ക് വിഷു പ്രമാണിച്ച് 10,000 രൂപ ശബരേട്ടൻ തരികയും ചെയ്തു. ഓ, നിങ്ങളുടെ ശമ്പളം എല്ലാ മാസവും 10,000 രൂപയാണോ? ഏയ്, അതൊന്നും തീരുമാനിച്ചിട്ടില്ല. അനുദേച്ചി സ്റ്റിച്ചിങ് സെക്ഷനിലും ഞാൻ പാക്കിംഗ് സെക്ഷനിലും. ശമ്പളം ചിലപ്പോ 10,000-ലും കൂടുതൽ കാണും. ഞങ്ങള് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസം പോലും ആയില്ലല്ലോ. ഇത് ശബരേട്ടൻ വിഷുവിന് ബോണസ് ആയിട്ട് തന്നതാ. നന്നായി. എല്ലാ പെണ്ണുങ്ങൾക്കും എന്തെങ്കിലും ഒരു വരുമാനമുള്ള ജോലിയുള്ളത് നല്ലതാ. ഇങ്ങനെ അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്നവർക്കേ ശമ്പളവും ബോണസ് ഒന്നും കിട്ടില്ലല്ലോ. രഘുവേട്ടൻ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയ മോളെ ഡേ കെയറിലാക്കിയിട്ട് ഞാനും രഘുവേട്ടന്റെ കൂടെ ജോലിക്ക് പോവും. അപ്പോ അച്ഛന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? അതിന് അച്ഛൻ എന്റെ മാത്രമൊന്നല്ലല്ലോ, നമ്മുടെ എല്ലാവരുടെയും കൂടെയല്ലേ. ഇത്രയും കാലം ഞാനും രഘുവേട്ടനും കൂടി അച്ഛനെ നോക്കിയില്ലേ? ആ, ഇനി നിങ്ങളൊക്കെ മാറി മാറി ഇവിടെ വന്ന് നിന്ന് അച്ഛന്റെ കാര്യങ്ങൾ നോക്ക്. ഇത്രയും കാലം ചേച്ചി അച്ഛനെ നോക്കിന്ന് എങ്ങനെ പറയാന്? നമ്മളെല്ലാരും ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇതുവരെ അച്ഛൻ നമ്മളെ നോക്കിയേ. ഇപ്പൊ അച്ഛന് പ്രായമായി വരുന്തോറും അച്ഛനെ നോക്കാൻ ഒരാള് വേണം. അതേക്കുറിച്ചാ ഞാൻ പറഞ്ഞത്. അത് തന്നെയാടി ഞാനും പറഞ്ഞേ. കുടുംബത്തിലെ അടുക്കള നോക്കുന്ന പെണ്ണിന് ഒരു വിലയുമില്ലാന്ന്. നിങ്ങൾക്കൊന്നും അത് അറിയാഞ്ഞിട്ടൊന്നുമല്ല. നീ നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ അടുക്കളയിൽ പെട്ടുപോകാതിരിക്കാനല്ലേ ശബരിയുടെ കമ്പനിയിൽ പോയിട്ട് ജോലി ചെയ്യുന്നത്. അതുപോലെ ഞാൻ പണ്ടേ ജോലിക്ക് പോയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു വീട്ടിലെ അവസ്ഥ? എന്റെ ചേച്ചി, ഈ കുടുംബത്തിൽ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ചേച്ചി തന്നെയാ.